ഗൈസ്, അപ്പം എല്ലാവർക്കും വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് എവിടെയാ പോകുന്നത്? രണ്ട് കല്യാണം, ഒരു പല്ല് പൊരിക്കൽ എല്ലാം ഉണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും നന്ദൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അന്ന് തന്നെ നമുക്ക് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ തലേന്ന് ദീഷുവിൻ്റെ റൂട്ട് കനാൽ ചെയ്യാനുള്ള ഡേറ്റും അന്ന് തന്നെയായിരുന്നു. അപ്പോൾ അത് ചെയ്തിട്ട് നമ്മൾ താഴെ ചുവയുന്ന ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ദീഷു റൂട്ട് കനാൽ ചെയ്തതിന് ശേഷം ദീഷു പറഞ്ഞു, ഞാൻ വരുന്നില്ല ഇന്ന് കല്യാണത്തിന്, നമുക്ക് കസിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ദീഷു എന്ത് ചെയ്ത്, ബ്യൂട്ടിഫുൾ ഹോംസിലാണ് ചേച്ചി വർക്ക് ചെയ്യുന്നത്, എൻ്റെ ചേച്ചി. അപ്പോൾ അവിടെ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ പോയിരുന്നു. നന്ദു കുറച്ച് നേരം അവിടെ ഗെയിമൊക്കെ കളിച്ചിരുന്ന് കമ്പ്യൂട്ടറിൽ. കുറച്ച് നേരം അങ്ങനെ അവരോടൊക്കെ വർത്തമാനം പറയുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് 9:30 ആയപ്പോൾ. അപ്പോൾ നമുക്ക് കാടാച്ചിറയാണ് കല്യാണത്തിന് പോകേണ്ടത്. അതും കഴിഞ്ഞിട്ട് പാപ്പിൻശ്ശേരിയാണ് എൻ്റെ കസിൻ്റെ വീട്, അങ്ങോട്ട് പോകണം. അപ്പോൾ കാടാച്ചിറയിലെ കല്യാണത്തിൻ്റെ വീടാണിത്. അപ്പോൾ അതൊന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ഓക്കെ. നമ്മുടെ തൊട്ട അയൽവാസിയായ വിനോദേട്ടൻ്റെ പെങ്ങള് ലതേച്ചീൻ്റെ മോൻ്റെതാണ് കല്യാണം, കടമ്പൂര്. അപ്പോൾ ലതേച്ചി ഇപ്പോൾ ഇല്ല. 2 ആൺമക്കളാണ് അവർക്ക്. മൂത്ത മോൻ്റെയാണ് കല്യാണം, ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 2 കല്യാണം ഒരുമിച്ച് വന്നതുകൊണ്ട് നമുക്ക് വല്ലാത്തൊരു ഇതായിപ്പോയി. നല്ല അടിച്ചു പൊളിക്കേണ്ട കല്യാണമായിരുന്നു, സൂപ്പർ കല്യാണമായിരുന്നു. അപ്പോൾ 2 ഒരേ ദിവസമായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിന്ന് തലേന്ന് വന്നിട്ടുണ്ടായിരുന്നത്. വരാതിരിക്കാനേ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തലേന്ന് രാവിലെ വന്ന് ഉച്ചയ്ക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മളങ്ങ് പാപ്പിൻശ്ശേരിക്ക് പോയത്. അങ്ങനെ അവിടുന്ന് ഭക്ഷണം കഴിച്ച് ചെറുക്കൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഒരു 2:30 ആയപ്പോൾ മടങ്ങി. ഇവിടെ എത്തി. പാപ്പിൻശ്ശേരിയാണ് ഇത്, കസിൻ്റെ വീട് വരുക. അപ്പോഴേക്കും അവിടെ കുറേ ആൾക്കാരൊക്കെ എത്തിയിരുന്നു. അവരൊക്കെ അവരുടേതായ പണികളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. കല്യാണമാകുമ്പോൾ അങ്ങനെയാണല്ലോ, തലേന്നൊക്കെ പരിപാടിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികളൊക്കെ മൈലാഞ്ചി ഇടലും അതിൻ്റെ തിരക്കൊക്കെ അവർ നല്ല എൻജോയ് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
തലേന്ന് ബ്യൂട്ടീഷ്യനൊന്നും ആക്കിയിട്ടുണ്ടായിരുന്നില്ല, നമ്മളെല്ലാവരും കൂടിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാവരും കൂടെ ചേർന്നാൽ പിന്നെ പറയണ്ട, ഒരു മിനി ബ്യൂട്ടീഷ്യൻ സെറ്റപ്പൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ നമ്മൾ അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുത്ത് അങ്ങനെയാണ്. നിമ കൊയിലിൽ നേഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയുള്ള അവളെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന നഴ്സുമാരും അവരുടെ ഫാമിലീസൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ സമയത്ത്. അപ്പോൾ ഇവരൊക്കെയാണത്. ആയപ്പോൾ മിഥുൻ്റെ വീട്ടിൽ നിന്ന് ഡ്രസ്സും കൊണ്ട് വന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. അവർ കുറച്ച് ലേറ്റായിപ്പോയി. എന്താ വെച്ചാൽ പിന്നെ ഭയങ്കര ബ്ലോക്കായിരിക്കും നമ്മുടെ ഈ പുതിയൊരു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കടന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലേറ്റായി. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അവർ നേരെ എത്തി. പിന്നെ പെണ്ണിന് ഡ്രസ്സൊക്കെ കൈമാറി. പിന്നെ നമ്മൾ കുറച്ച് നേരം അവരുമായിട്ട് സംസാരിച്ചിരുന്ന് പിന്നെ അവർ ചായയൊക്കെ കുടിച്ചു. അതിനുശേഷം ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ അവർ തിരിച്ചു പോയത്. അവർ തിരിച്ചു പോയതിന് ശേഷം പിന്നെ നമ്മുടെ കലാപരിപാടികൾ ഡാൻസ് തന്നെ. പിന്നെ ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ പിന്നെ അടിച്ചു പൊളിയല്ലേ. അടിച്ചു പൊളി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിച്ചു പൊളിയായിരുന്നു. നല്ല അടിപൊളി ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു. എല്ലാവരും ഒത്തുകൂടുമ്പോൾ അതൊരു രസം തന്നെയല്ലേ. നമുക്കാണെങ്കിൽ കുറേ കസിൻസും അവരൊക്കെ ഉണ്ട്, കുറേ കുടുംബക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്നപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. ഇങ്ങനെ ഒരു കല്യാണമൊക്കെ വരുമ്പോഴല്ലേ എല്ലാവരും ഒത്തുകൂടുന്നത്. പിന്നെ എല്ലാവരും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല അടിച്ചു പൊളിച്ച് പ്രായഭേദമന്യേ ഡാൻസായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു. ഇവർക്കൊക്കെ ഇത് തന്നെയല്ലേ, എപ്പോഴും കല്യാണം ഉണ്ടാകുന്നത് വെച്ചാൽ അവർക്ക് അത്രയും സന്തോഷം. അങ്ങനെയാണ്, അടിച്ചുപൊളീൻ്റെ ആൾക്കാരാണ് നമ്മളെല്ലാവരും. പരിപാടികൾ കഴിയുന്നതിലൂടെ തന്നെ നമ്മളൊരു 11 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ മടങ്ങി. അതിനുശേഷം ഒരുപാട് പാട്ടും കൂത്തുമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നമുക്ക് അതുവരെ കാത്തിക്കാനുള്ള ഇതുണ്ടായിരുന്നില്ല. പിന്നെ മക്കളൊക്കെ ഉള്ളതല്ലേ, അച്ഛനൊക്കെ ഉറങ്ങണ്ടല്ലേ. അപ്പോൾ രാവിലെ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഒരുപാട് ദൂരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി ഭാഗം നാളത്തെ വീഡിയോയിൽ കാണാം.